KCA കോച്ച് പ്രതിയായ പീഡനക്കേസിൽ പ്രതികരണവുമായി തിരുവനന്തപുരം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ നേരത്തെ കോച്ച് മനുവിനെതിരെ പരാതി വന്നപ്പോൾ ഇന്നത്തെ പരാതിക്കാർ മനുവിനെ വിശുദ്ധനാക്കിയെന്ന് TCA സെക്രട്ടറി ആരോപിച്ചു. തെങ്കാശിയിലെ ടൂർണമെന്റിന് KCAയുടെ മൗനാനുവാദമെന്നും വെളിപ്പെടുത്തി. 2022 മനുവിനെതിരെ ആദ്യം പരാതി ഉയർന്നതെന്നാണ് തിരുവനന്തപുരം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി രജിത് രാജേന്ദ്രന്റെ വെളിപ്പെടുത്തൽ. ഇന്നത്തെ പരാതിക്കാർ പോലും മനുവിനെ അനുകൂലിച്ചെന്നും ആ സമയത്ത് രക്ഷിതാക്കൾ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണമായിരുന്നുവെന്നും രജിത്ത് പറഞ്ഞു. 2022 ഞങ്ങൾ ഇതിനെപ്പറ്റി ഓരോ കുട്ടിയോടും പാരന്റിനോടും കൂടി അന്വേഷിക്കുമ്പോൾ ഇത്തരത്തിലൊരു സൂചനയില്ല എന്ന് മാത്രമല്ല, മനു ഒരു വിശുദ്ധനാണെന്നുള്ള നിലയിലാണ് അവരെല്ലാവരും പറയുന്നത്. അതിൽ ഞങ്ങൾക്ക് പരാതി ഉള്ളതെന്ന് പറഞ്ഞാൽ അതിൽ ആ കാര്യത്തിൽ പാരന്റ്സ് ഉത്തരവാദിത്തം കാണിച്ചില്ല. തെങ്കാശിയിൽ നടന്ന ടൂർണമെന്റിന് KCAയുടെ മൗനാനുവാദം ഉണ്ടായിരുന്നതായി വെളിപ്പെടുത്തി. ടൂർണമെന്റിന് പോകുന്ന വിവരം അറിഞ്ഞിരുന്നെങ്കിലും വനിതാ ടീം അംഗങ്ങൾക്ക് അവസരം കുറവായതിനാൽ KCA യാത്ര തടഞ്ഞില്ലെന്ന് രജിത്ത് പറഞ്ഞു. കാര്യങ്ങളെല്ലാം തീരുമാനിച്ചത് പരിശീലകനും രക്ഷിതാക്കളും ചേർന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് ഈ പാരന്റ്സ് മുൻകൈ എടുത്തിട്ടാണ് ഈ തെങ്കാശിയിലെ ടൂർണമെന്റ് കളിക്കാൻ പോകുന്നു എന്നുള്ള വിവരം ഞങ്ങൾക്ക് അറിയാം. വനിതാ ക്രിക്കറ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾ കളിക്കട്ടെ എന്നുള്ളൊരു നിലപാടാണ് അന്ന് ഞങ്ങൾ എടുത്തത്. അൺഓതറൈസ്ഡ് ആണോ എന്നുള്ളതല്ല, അൺഅഫിലിയേറ്റഡ് ആണ്. ക്രിക്കറ്റ് പരിശീലനത്തിന്റെ മറവിൽ പെൺകുട്ടികളെ പീഡിപ്പിച്ച മനുവിനെതിരെ 6 പോക്സോ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇയാളുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. മനു പരിശീലിപ്പിച്ച പെൺകുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകാനും തീരുമാനമായി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.